അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ-ആഖിബത്തു ലിൽ-മുത്തഖീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ബഹുമാനരായ സഹോദരങ്ങളെ, SKSSF മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ത്വലബ വിങ്ങിൻ്റെ ആഭിമുഖ്യത്തിലായി റംസാൻ ഡയറി എന്ന വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് ഈ വർഷം നടത്തുന്നത്. ഇത്തരമൊരു പരിപാടിക്ക് മുന്നോട്ട് വന്ന SKSF മലപ്പുറം വെസ്റ്റ് ജില്ല ത്വലബ വിങ്ങിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞകാല നോമ്പനുഭവങ്ങളാണ് ഇതിലൂടെ ഓരോരുത്തരും സ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ കുട്ടിപ്രായം എന്നത് അത് ഓർത്തെടുക്കുമ്പോൾ ഒരുപാട് സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം അതിൽ സമ്മേളിക്കുന്നതാണ്. നമ്മുടെ ചെറിയ പ്രായത്തിലെ അനുഭവങ്ങൾ മറ്റുള്ളവർ, നമ്മുടെ കുസൃതികളൊക്കെ നമ്മുടെ ഉമ്മമാരും വലിയമ്മമാരും താത്തമാരും കാക്കമാരുമൊക്കെ പലപ്പോഴും നമ്മളോട് സ്മരിക്കുമ്പോൾ അത് നമുക്ക് വല്ലാത്ത ചില സന്തോഷങ്ങൾ നൽകാറുണ്ട്. പ്രത്യേകിച്ചും പരിശുദ്ധ റമളാൻ മാസത്തിലെ അനുഭവങ്ങൾ വളരെ രസകരമാണ്. ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന നോമ്പ് നോൽക്കാനുള്ള താല്പര്യം, അതോടൊപ്പം തന്നെ അലസത, ഇത് രണ്ടും ചെറിയ പ്രായത്തിൽ ധാരാളമായി ഉണ്ടാകും. നമ്മുടെ ഈ വീട് നിൽക്കുന്ന ഈ സ്ഥലത്ത് അന്ന് ഒരൊറ്റ വീട് മാത്രമാണ് ഉണ്ടായിരുന്നത്, ഒരു തറവാട് വീട് മാത്രം. ഇന്ന് 6 വീടുകളും ഒരു പള്ളി, മദ്രസ എല്ലാമുള്ള വലിയൊരു കോമ്പൗണ്ടായി ഇത് മാറിയിട്ടുണ്ട്. അന്ന് ഈ വലിയ ഒരു പറമ്പിൽ ഒരു തറവാട് വീട് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള കുട്ടികളെല്ലാം കളിക്കുവാനും അവരുടെ സമയങ്ങളെ ചെലവഴിക്കുവാനുമൊക്കെ വരുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മുടെ ഈ ഒരു പറമ്പ്. വലിയ അങ്ങ് എന്നാണ് ഞങ്ങളുടെ തറവാട് വീടിനെ പറ്റി പറയാറുള്ളത്. അതിൻ്റെ കാരണം ചുറ്റുഭാഗത്തുള്ള എല്ലാ ആളുകളും എല്ലാ വിഷയത്തിനും ആശ്രയിക്കുന്ന ഒരു വീടായതുകൊണ്ട് വലിയങ്ങ് എന്ന ഒരു പേര് ഈ തറവാട് വീടിനുണ്ടായിരുന്നു. അത് എല്ലാ മേഖലയിലും, സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളിൽ, മതപരമായ വിഷയങ്ങളിൽ, മഹല്ല് സംബന്ധിയായ വിഷയങ്ങളിൽ, അതുപോലെ ധാരാളം ആളുകൾ അവരുടെ നിത്യജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മുടെ ഉപ്പയും വലിയമ്മയും ഒക്കെയുള്ള കാലത്ത് ആശ്രയിച്ചിരുന്ന ഒരു കുടുംബം എന്നതുകൊണ്ട് എല്ലാവരും ആ ഒരു പേരിലാണ് ഈ തറവാടിനെ പറഞ്ഞിരുന്നത്. അപ്പോൾ ധാരാളം ആളുകളുമായിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ ബന്ധം പുലർത്തുവാൻ നമുക്ക് സാധിച്ചിരുന്നു. നമ്മുടെ പിതാവിന് ഏറ്റവും വലിയൊരു പ്രത്യേകത നല്ല ഒരു സൽക്കാര പ്രിയനായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ റമളാൻ മാസത്തിൽ എല്ലാ ദിവസത്തിലും എന്ന പോലെ നോമ്പ് തുറപ്പിക്കലുണ്ടാകും. ഇന്ന് നോമ്പ് തുറപ്പിക്കലുണ്ട് എന്ന് പറയുമ്പോൾ കുട്ടികളായ ഞങ്ങൾക്കൊക്കെ വലിയ ആവേശമായിരുന്നു. കാരണം നോമ്പ് തുറപ്പിക്കലുണ്ടാകുമ്പോൾ വിവിധങ്ങളായ വിപുലമായ ഭക്ഷണങ്ങൾ ഒക്കെയുണ്ടാകും. ഉപ്പ തന്നെ നല്ല ഭക്ഷണമുണ്ടാക്കാൻ താല്പര്യമുള്ള ഒരാളായിരുന്നു. സ്വന്തമായി ഭക്ഷണമുണ്ടാക്കും, വ്യത്യസ്ത ഇനങ്ങളുണ്ടാക്കും. അപ്പോൾ ഓരോ ദിവസം നോമ്പ് തുറക്കാൻ വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളുള്ള അന്ന് ഓരോ ഐറ്റം ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളായ നമുക്ക് ചിലപ്പോൾ നോമ്പുണ്ടെങ്കിൽ പോലും ഈ ഭക്ഷണമുണ്ടാക്കുന്ന പുതിയ ഐറ്റംസുകൾ ഉണ്ടാക്കുമ്പോൾ നോമ്പുള്ള നമ്മൾ തന്നെ ചിലപ്പോൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ അത് തിന്നാൻ തുടങ്ങും. അന്നതിൻ്റെ പ്രാധാന്യവും ഗൗരവവും ഒന്നും അത്ര അറിയില്ല. നമ്മളെ ബന്ധപ്പെട്ടവർ നമ്മളെ ഉപദേശിച്ചാൽ പോലും അതൊന്നും അത്ര മെയിൻറ്റെയിൻ ചെയ്യാതെ ഇന്ന് ഞാൻ പകുതി നോമ്പാണ്, നാളെ ബാക്കി നോമ്പ് എന്ന് പറയുന്ന
ഒരു തലത്തിലാണെന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പിതാവ് ഓരോ ദിവസത്തിലും ഓരോ ആളുകൾ, വ്യത്യസ്ത ആളുകൾ, ഒരു ദിവസം കുട്ടികളാണ് നോമ്പ് തുറക്കാനെങ്കിൽ വേറെ ഒരു ദിവസം യുവാക്കളുണ്ടാകും. പിന്നെ വിവിധ മേഖലയിലുള്ള ആളുകൾ, രാഷ്ട്രീയ നേതാക്കൾ, മതപണ്ഡിതന്മാർ, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, CI SI ആ മേഖലയിലൊക്കെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് തന്നെ ഉന്നതമായ പദവി അലങ്കരിക്കുന്ന ആളുകളൊക്കെ നോമ്പ് തുറക്കാൻ വരും. അതിൽ നിന്ന് ഹൈന്ദവരും ചിലപ്പോൾ ഉണ്ടാകും, അവരെ സൽക്കരിക്കും. മുസ്ലിങ്ങളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നോമ്പ് തുറപ്പിക്കും. അതൊക്കെ ഓരോ ദിവസം ഓരോ ആളുകളാണ്. അപ്പോഴത്തെ നമുക്ക് വലിയ ആഹ്ലാദമാണ്. ചില ദിവസം ഉസ്താദന്മാർ, പണ്ഡിതന്മാരൊക്കെ വരുമ്പോൾ അവരൊക്കെ കാണുക, അവരോടൊക്കെ ബന്ധം പുലർത്തുക. പിതാവ് നമ്മളെ അവരെ അരികിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തും, ദുആ ചെയ്യിപ്പിക്കും, നമ്മളവർ മന്ത്രിക്കും. റമദാൻ മാസത്തിൽ നോമ്പ് തുറ കഴിഞ്ഞിട്ട് അവരുടെ ഭക്തിനിർഭരമായ പ്രാർത്ഥനകളുണ്ടാകും. അന്ന് പോലീസുകാരൊക്കെ നേരിട്ട് കാണുക, അവരെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ചെറിയ പ്രായത്തിൽ നമുക്കൊക്കെ എല്ലാവർക്കും സ്വാഭാവികം അങ്ങനെ തന്നെയാണല്ലോ. പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നോമ്പ് തുറക്കാൻ വരുന്ന ദിവസം നാട്ടിൽ തന്നെ വലിയ സംഭവമാണ്. വിവിധങ്ങളെ വീട്ടിൽ ഇന്ന് പോലീസുകാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ അവർ വന്ന വണ്ടിൻ്റെ അടുത്തേക്കും അവരെ കാണുവാനുമൊക്കെ, നോമ്പിന് നമ്മൾ നോമ്പ് തുറക്കാൻ ക്ഷണിക്കാത്ത ആളുകൾ തന്നെ ആ ഒരു സന്തോഷത്തിൽ പങ്കാളികളാകാൻ വരും. പിന്നെ നേരത്തെ നമ്മുടെ വീടിൻ്റെ ഒരു പ്രത്യേകം ഞാൻ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ 10 ആളുകളാണ് നോമ്പ് തുറക്കാനുള്ളതെങ്കിൽ ഒരു 30 ആളുകൾക്ക് 50 ആളുകൾക്കൊക്കെയുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടാകും. കാരണം ഉപ്പാക്കറിയാം, നമ്മുടെ വീട്ടിൽ നോമ്പ് തുറക്കുമ്പോൾ ധാരാളം ആളുകൾ, അതൊരു സന്തോഷത്തിൻ്റെ ഭാഗമായി നിരവധി ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ തന്നെ കടന്നു വരും. അവരെ നേരിട്ട് ക്ഷണിച്ചിട്ടില്ലെങ്കിലും ക്ഷണിച്ച സ്ഥാനത്താണ്, അവർക്ക് ആവശ്യമായ വിഭവങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമാണ്. വലിയ വലിയ പണ്ഡിതന്മാർ വരുമ്പോൾ അന്ന് വലിയ ഉസ്താദന്മാരൊക്കെ നേരിട്ട് കാണാൻ അവസരം. ഇന്ന് പി തങ്ങളുടെ വീട്ടിൽ ഇന്ന ഉസ്താദന്മാർ, ഇന്ന ആളുകളാണ് വരുന്നത് എന്നറിയുമ്പോൾ ധാരാളം ആളുകൾ അവരെ കാണാനും ദുആ ചെയ്യിപ്പിക്കാനുമൊക്കെ വരുന്ന വലിയ സന്തോഷകരമായ അവസ്ഥകളാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. പിന്നെ ബഹുമാനപ്പെട്ട പിതാവ് ഇവിടുത്തെ വിവിധ മഹല്ലുകളുടെ പ്രസിഡൻറ്റും അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുമൊക്കെ ആയതുകൊണ്ട് എല്ലാ പള്ളികൾ നടക്കുന്ന മതപ്രഭാഷണങ്ങളിൽ അതിൻ്റെ അധിക ദിവസവും പിതാവിൻ്റെ സാന്നിധ്യമുണ്ടാകും. അപ്പോൾ ഞങ്ങളെയൊക്കെ കൂടെ മതപ്രഭാഷണ പരിപാടിക്ക് ബഹുമാനപ്പെട്ട പിതാവ് ഞങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ നമ്മളന്ന് 8 വയസ്സോ 7 വയസ്സോ അല്ലെങ്കിൽ 10 വയസ്സൊക്കെ പ്രായമുള്ള സമയങ്ങളിൽ മതപ്രഭാഷണ പരിപാടിക്ക് രാത്രി പോകുമ്പോൾ തറാവീഹ് കഴിഞ്ഞ് കഞ്ഞിയെല്ലാം കുടിച്ച് ഏകദേശം ഒരു 10 മണി 11 മണി സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളത്. രാത്രി 2 മണി 2:30 മണിക്കാണ് തിരിച്ചു വരിക. ഉപ്പാൻ്റെ കൂടെ പ്രഭാഷണ പരിപാടിക്ക് ചെന്ന് നമ്മളവിടെ കുറേ നേരമൊക്കെ സദസ്സിലിരിക്കും. പിന്നെ പ്രഭാഷണ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പള്ളിയിൽ തന്നെ, അവിടെ പരിപാടി നടക്കുന്ന പള്ളിയിലോ മദ്രസയിലോ അല്ലെങ്കിൽ സദസ്സിലോ ഇരുന്നു കൊണ്ട് ഉറങ്ങിപ്പോകും. പിന്നെ രാത്രി 2 മണിക്കൊക്കെ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ല ശക്തമായ ഉറക്കിലാണെങ്കിൽ അവിടുത്തെ ഭാരവാഹികളാരെങ്കിലും അവരുടെ വണ്ടിയിലോ മറ്റോ നമ്മളിങ്ങോട്ട് വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. അന്ന് വയത് പരിപാടി തുടങ്ങാൻ തന്നെ ഏകദേശം ഒരു 12 മണി 11:30 മണിയൊക്കെ സമയമാകും. ലേലം വിളിയൊക്കെ ഉണ്ടാകും. അതൊക്കെ വളരെ രസമാണ്. ലേലം വിളി നടക്കുന്ന സമയത്ത് ഉപ്പാനെ പരിചയമുള്ള ആളുകൾ ഈ ഈത്തപ്പഴം പോലെയുള്ള അപ്പോൾ തന്നെ കഴിക്കാൻ പറ്റുന്ന വസ്തുക്കളൊക്കെ ലേലം ചെയ്തെടുത്ത് ഉപ്പായ്ക്കുള്ള ഒരു ബഹുമാനം എന്ന രീതിയിൽ കൂടെ പോയ മക്കളായ ഞങ്ങൾക്ക് അപ്പോൾ തന്നെ ആ സാധനങ്ങളൊക്കെ തന്ന് സന്തോഷിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ വീട്ടിൽ റമദാൻ മാസത്തിൽ ധാരാളം വിഷയങ്ങളിലുള്ള പഠന പരിപാടികൾ, റമദാനിന് ശേഷം വിവിധ മദ്രസകളിൽ ജോലി ചെയ്യുന്ന ഉസ്താദന്മാർ പോകുന്നവരും ഇനി നിൽക്കാനുള്ളവരുമൊക്കെ തീരുമാനങ്ങളെടുക്കുന്ന ദിവസങ്ങളാണ് റമദാൻ മാസത്തിലെ അധിക പകൽ സമയങ്ങളും. അടുത്ത വർഷം ഞാൻ ഇന്ന മദ്രസയിലുണ്ടാവില്ല എന്ന് ഉപ്പാനോട് പറയാനും അദ്ദേഹത്തിന് പുതിയൊരു മദ്രസയിലേക്ക് ജോലി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ധാരാളം ആളുകൾ റമദാൻ മാസത്തിൽ റമദാനിന് ശേഷം പുതിയ മദ്രസയിലേക്ക് നിൽക്കാൻ വേണ്ടി അന്വേഷിക്കുവാനും അത് ഉറപ്പിക്കാനും ഒക്കെ പല ആളുകളും
പകൽ സമയത്ത് വരും. കമ്മിറ്റി ഭാരവാഹികൾ വന്ന് അതിൻ്റെ തീരുമാനങ്ങളെടുക്കും. അതുപോലെ തന്നെ വിവിധ മദ്രസകളിൽ റിസൾട്ടുകൾ, പൊതുപരീക്ഷയിലെ വിജയ ശതമാനം കാര്യങ്ങളൊക്കെ വന്ന് ബഹുമാന്യരായ പിതാവിനോട് പങ്കുവെക്കുകയും സന്തോഷങ്ങൾ അറിയിക്കുകയും ചെയ്യുന്ന വലിയ ഒരു രസകരമായൊരവസ്ഥയിലൂടെയാണ് കഴിഞ്ഞ നമ്മുടെ ചെറിയ പ്രായത്തിലുള്ള നോമ്പനുഭവങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. നമ്മളന്ന് നോമ്പ് നോറ്റാൽ ചിലപ്പോൾ വൈകുന്നേരമാക്കാൻ വളരെ പ്രയാസമാകും. ചിലപ്പോൾ അവരൊന്നും അറിയാതെ ചെറിയ കുട്ടികളാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന രീതിയിൽ വെള്ളം കുടിക്കും. ചിലപ്പോൾ വീട്ടുകാരുടെ മുമ്പിൽ നമുക്ക് നോമ്പുണ്ടാകും, പക്ഷേ നമ്മൾ രഹസ്യമായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടാകും. ചില ദിവസത്തിൽ വളരെ വിഷമിച്ച് ക്ഷീണം സഹിച്ചുകൊണ്ട് നോമ്പ് പൂർത്തിയാക്കുന്ന അവസ്ഥയും ഉണ്ടാകും. നമ്മൾ നോമ്പ് പൂർത്തിയാക്കിയാൽ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ ബന്ധപ്പെട്ട ആളുകളൊക്കെ നമുക്ക് ഓഫറുകൾ ഉണ്ടാകും. ഇന്ന് നോമ്പ് ഫുള്ള് നോറ്റ് കഴിഞ്ഞാൽ ഇന്ന ഭക്ഷണം ഉണ്ടാകും, അല്ലെങ്കിൽ പെരുന്നാൾക്ക് ഇന്ന സാധനം വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രതിഫലങ്ങൾ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിലേക്ക് പ്രചോദിപ്പിക്കുന്ന, അതിലേക്ക് തൽപരരാക്കുന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ബഹുമാനപ്പെട്ട അഭിവന്ദനായ മർഹൂം എൻ്റെ പിതാവ് സയ്യിദ് പി പി തങ്ങൾ നവ്വറല്ലാഹു മർക്കദ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. ധാരാളം ആളുകളോട് ബന്ധപ്പെടുന്ന ഒരാളെന്ന നിലക്ക് റമദാൻ അല്ലാത്ത മാസത്തിലും ധാരാളം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാനും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുവാനും, റമദാൻ അല്ലാത്ത മാസത്തിലും ഭക്ഷണം കഴിക്കുമ്പോൾ ആരെങ്കിലും ഒരു ഗസ്റ്റ്, ഒരു അതിഥി നിർബന്ധമാണ്. വെറുതെ വീട്ടിൻ്റെ വരാന്തയിൽ പുറത്തിറങ്ങി നിൽക്കും. ഉച്ചക്ക് ആരെങ്കിലും നമ്മുടെ പറമ്പിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കും. എന്നിട്ട് ഇന്നിവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് വെറുതെ അവരെ വീട്ടിൽ ഭക്ഷണത്തിന് കൂടെ ഇരുത്തി സൽക്കരിച്ചു കൊണ്ട് വിടുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ഒന്നിരായ പിതാവ്. ആ ഒരു രീതി തന്നെയാണ് പരിശുദ്ധ റമദാൻ മാസത്തിലും അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അവർ ചെയ്ത എല്ലാ സൽപ്രവർത്തനങ്ങളും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുപോലെ റമദാൻ മാസത്തിൽ ചെറിയ പ്രഭാഷണ പരിപാടികൾക്കൊക്കെ പോകുന്ന രസകരമായ പല അനുഭവങ്ങളും ഉണ്ടാവാറുണ്ട്. അന്ന് നമ്മൾ സ്വന്തമായി വണ്ടിയൊന്നുമില്ല, ചെറിയൊരു പ്രഭാഷകനാണ്. ആ പ്രഭാഷണ പരിപാടികൾക്ക് പോകുമ്പോൾ ചിലപ്പോൾ നോമ്പ് തുറക്കാൻ പ്രഭാഷണ സൈറ്റിലെത്തണം. അപ്പോൾ ഒരു അസ്ർ നിസ്കാരം കഴിഞ്ഞ് അന്ന് ബസ് യാത്രയാണ്. ബസ്സിൽ നമ്മൾ വയല് പറയുന്ന സ്ഥലത്ത് റമദാനിൽ നോമ്പ് തുറക്കാൻ അവിടെ എത്തും. പരിപാടി കഴിഞ്ഞ് രാത്രി 1 മണിക്കോ 2 മണിക്കൊക്കെ പരിപാടി അവസാനിച്ച് അവിടെ തന്നെ പള്ളിയിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഭാരവാഹികളുടെ വീട്ടിലോ കിടന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ചിലപ്പോൾ തറാവി നമസ്കാരം കഴിഞ്ഞ് ബസ്സിന് പോകും, അല്ലെങ്കിൽ നോമ്പ് തുറന്നതിന് ശേഷം പോയി അതിൻ്റെ തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തി അവിടെ പള്ളിയിൽ നിന്ന് തറാവിക്ക് കൂടി പിന്നെ പരിപാടി സ്ഥലത്തേക്ക് പോകുന്ന അനുഭവങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവാറുണ്ട്. അന്ന് രാത്രി പ്രഭാഷണം എന്നത് ആളുകൾക്ക് വലിയൊരു ആവേശമാണ്. എത്ര വൈകിയാലും ആളുകൾക്കതിലൊരു മടുപ്പില്ല. ഈ വൈകി എന്നതുകൊണ്ട് സുബഹി നമസ്കാരം ഖളാക്കുകയോ അല്ലെങ്കിൽ രാവിലെ അത്തായത്തിന് എഴുന്നേൽക്കുന്ന കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുകയോ ചെയ്യാത്ത ഒരു രീതിയായിരുന്നു അന്ന് ഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ പാതിരാ വയലുകളൊക്കെ അവസാനിച്ച് അധികം പകല സമയത്തുള്ള പ്രഭാഷണങ്ങളായി മാറുകയും ഇനി രാത്രി തന്നെ പ്രഭാഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 10 മണി 12 മണിയോടുകൂടെ അവസാനിക്കുന്നൊരു സിസ്റ്റമാണിപ്പോൾ നിലവിലുള്ളത്. അന്ന് ആരംഭിക്കുന്ന സമയത്ത് ഇന്ന് അവസാനിക്കും. അന്ന് രാത്രി 12 മണിക്ക് പരിപാടികൾ തുടങ്ങി ഒരു 2 മണി 3 മണി സമയത്ത് സുബഹി ബാങ്കിൻ്റെ തൊട്ട് മുമ്പ് വരെ റമദാൻ പ്രഭാഷണങ്ങൾ അവസാനിച്ച ഓർമ്മകൾ നമ്മളിലുണ്ട്. അന്ന് ആർക്കും അതൊരു പരാതിയായിരുന്നില്ല, ആർക്കും ഒരു വിഷമമായി തോന്നിയിരുന്നില്ല. എല്ലാവർക്കും അതൊരാവേശമാണ്. റമദാനിൽ ഒരു ഊർജ്ജമാണ്. രാത്രി റമദാൻ ദുആ സമ്മേളനങ്ങളിൽ വയല് പരിപാടിയിലൊക്കെ പങ്കെടുക്കുക, പള്ളികൾക്കും മദ്രസകൾക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ ചെയ്യുക എന്നത് ജനങ്ങൾക്ക് വലിയ താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന പല പള്ളികളും മദ്രസകളുമൊക്കെ ഈ ഒരു വിധത്തിൽ ഉയർന്നു വരാനുള്ള കാരണം തന്നെ, അതിൻ്റെ പിന്നിലുള്ള ശക്തി എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ രാത്രി പാതിര വയലുകളായിരുന്നു. ഒരുപാട് പ്രമുഖരായ പണ്ഡിതന്മാർ
വയതിൽ 2 മണിക്കൂർ പ്രഭാഷണമാണെങ്കിൽ 2 മണിക്കൂർ ലേലം വിളിയും പ്രാർത്ഥനയുമായി അങ്ങനെ 2 മണിക്കൂർ നീണ്ടുപോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത് ആളുകൾക്കൊരു മുഷിപ്പോ താല്പര്യക്കുറവോ ഇല്ലാതെ ആത്മാർത്ഥമായി ഇതിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. ആ ഒരു പഴമ അതൊരു പഴമയായി തന്നെ അതിൻ്റെ ഒരു ഗുണത്തോടുകൂടെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. ഇന്ന് കാലങ്ങളൊക്കെ മാറി പുതിയ രീതിയും സംവിധാനങ്ങളൊക്കെ വന്നപ്പോൾ അതനുസരിച്ച് ആളുകളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി. ഏതായാലും അന്ന് ആ കാലഘട്ടത്തിൽ നമ്മളെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, നമുക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും റാഹത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആദ്യമായി പ്രഭാഷണങ്ങൾ പ്രഭാഷണ രംഗത്ത് ചെറിയ പ്രായത്തിൽ തന്നെ ഒരു 6 വയസ്സ് 8 വയസ്സ് പ്രായമായപ്പോൾ തന്നെ പ്രസംഗത്തിനോടൊക്കെ ഒരു താല്പര്യമായിരുന്നു. വെറുതെ ഇങ്ങനെ പ്രസംഗിക്കും, എന്താ പറയാന്ന് എനിക്കറിയില്ല, കേൾക്കുന്നവർക്കറിയില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നൊരു സ്വഭാവം അന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കടലാസ് മൈക്കയായി പിടിച്ച് നമ്മുടെ ഈ തേങ്ങയുടെ ചിരട്ട പിന്നെ ഓണായി വെച്ച് നമ്മുടെ ഈ ചാക്കിൻ്റെ നൂല് വയറായി ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ അട്ടപ്പെട്ടികൾ ആംപ്ലിഫയറായി ഉപയോഗിച്ച് അങ്ങനെ ഒരു വയത് പറയുന്ന സിസ്റ്റം ചെറിയ പ്രായത്തിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് അടികുളം എന്ന് പറയുന്ന ഒരു പള്ളി മദ്രസയുണ്ട്. ആ ഭാഗത്താണ് ആദ്യമായിട്ട് കുട്ടിക്കാലത്ത് വയത് പറയാൻ ആരംഭിക്കുന്നത്. ഒരു റമദാൻ മാസത്തിൽ നോമ്പ് തുറന്ന് ആ ഭാഗത്തുള്ള നമ്മുടെ സമപ്രായക്കാരായ കുട്ടികളൊക്കെ വന്ന് നിങ്ങളിന്ന് വയത് പറയണം, നിങ്ങളെ വയതാണെന്ന് പറഞ്ഞ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി മൈരസ്കാരത്തിന് ശേഷം ഈ മെഴുകുതിരി, നമ്മുടെ സോഡ കുപ്പിയുടെ മൂടി, അതിൻ്റെ മുകളിലുള്ള മൂടിയിൽ മെഴുകുതിരി വെച്ചിട്ട് അത് ഈ ചെറിയ നമ്മുടെ തെങ്ങിൻ്റെ കഷ്ണങ്ങളിലൊക്കെ ഓലയുടെ മട്ടലിൽ വെച്ചിട്ട് കുത്തി അതിൽ മെഴുകുതിരി കത്തിച്ച് ആ ഗ്രൗണ്ടിലൊക്കെ വെളിച്ചം നിറച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊള്ളിക്കഷ്ണത്തിൽ പേപ്പർ ചുറ്റിപ്പിടിച്ച് അതിൽ മൈക്കയാക്കിയിട്ടുള്ള, അന്ന് നമുക്കത് മൈക്കയായിട്ട് അനുഭവപ്പെടുകയാണ്. അന്ന് ഇത് ആളുകൾ കാണുമ്പോൾ ഒരു മോശമാണെന്ന് തോന്നില്ല, അന്ന് ആ പ്രായമാണല്ലോ. അങ്ങനെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ വയല് പറയും. അങ്ങനെ വയലിങ്ങനെ മൂർച്ഛിച്ച് എന്തൊക്കെയോ വിളിച്ചു പറയണം. അപ്പം നമ്മുടെ ഉപ്പാൻ്റെ ഒരു സഹോദരൻ അത് കേട്ടു വന്നു. അദ്ദേഹം വന്നിട്ട് അവിടുന്ന് ഓലയെടുത്ത് ഞങ്ങളെ അടിച്ച് അവിടുന്ന് ഓടിച്ചു. ഞങ്ങളെന്തൊക്കെയോ വിളിച്ചു. അപ്പോൾ നമുക്ക് ഈ പറയുന്നത് തെറ്റാണെന്നോ ഇത് അപകടകരമായ കാര്യമാണെന്ന് അറിയില്ല, എന്തൊക്കെയോ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടാൽ ഇത് തെറ്റാണെന്ന്, അല്ലെങ്കിൽ ഇത് പറയാൻ പാടില്ലാത്ത എന്തൊക്കെയോ പൊട്ടത്തരമാണ് വിളിച്ചു പറഞ്ഞ് ബോധ്യപ്പെട്ട പിതാവിൻ്റെ ഒരു സഹോദരൻ, അദ്ദേഹം വന്ന് അവിടുന്ന് ആട്ടി ഓടിച്ചൊരനുഭവം. പക്ഷേ പിന്നീട് നമ്മളൊരു പ്രഭാഷണ രംഗത്തേക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ട് ഒരു പൊതുപരിപാടിയിൽ ഒരു പ്രഭാഷണ പരിപാടി നടത്തുന്നതും ഈ പറഞ്ഞ അടികുളം പള്ളിയിൽ തന്നെയാണ്. അവിടെ നിന്നാണ് നമ്മുടെ പ്രഭാഷണ പരിപാടികളൊക്കെ ആരംഭിച്ചത്. അൽഹംദുലില്ലാഹ് ഇന്ന് പല വേദികളിലും പല പ്രമുഖരായ ആളുകൾക്കും ഒഴിവില്ലാത്തത് കൊണ്ടൊക്കെ പലപ്പോഴും നമുക്ക് പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ലഭിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനി രംഗത്ത് ആത്മാർത്ഥമായി മുന്നേറാനുള്ള തൗഫീക്ക് നൽകട്ടെ. അന്ന് കിട്ടിയിട്ടുള്ള പിതാവിൽ നിന്നും കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു പ്രചോദനമാണ് ഇന്ന് സംഘടനാ രംഗത്തും പ്രഭാഷണ രംഗത്തുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു തലത്തിലേക്ക് ഉയരാൻ സാധിച്ചത്. പൂർവികരായ ഒരുപാട് ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ഒക്കെ അകമഴിഞ്ഞ ഒരു പിന്തുണയും പ്രാർത്ഥനയുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഓല ഷെഡിൽ നടത്തിയ പ്രഭാഷണം കേൾക്കാൻ ഒരുപാട് ഉമ്മമാർ വന്ന് അവർ അന്ന് നടത്തിയ പ്രഭാഷണം നിങ്ങളൊക്കെ നല്ല വലിയ പ്രഭാഷകന്മാരാക്കി അല്ലാഹു മാറ്റട്ടെ എന്ന് പറഞ്ഞ ഒരു വലിയ പ്രഭാഷണ തലത്തിലേക്ക് ഉയർന്നിട്ടില്ലെങ്കിലും ഒരു പരിധിവരെ ആരുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നത് അന്ന് ആ റമദാൻ മാസത്തിൽ കിട്ടിയിട്ടുള്ള അനുഭവമാണ് എന്ന് എപ്പോഴും സ്വമേധയാ സ്വന്തമായിട്ടും മറ്റുമൊക്കെ പലരോടും പങ്കുവെക്കാറുണ്ട്, സ്വന്തം ഓർത്തെടുക്കാറുണ്ട്. ഇന്നലെ ആ സ്ഥലത്ത് പോയി അവിടുന്ന് ആ വിഷയം, ഇന്നലെ ഞങ്ങൾ ഈ പറഞ്ഞ അടികുളത്ത് വേറെ ആവശ്യത്തിന് വേണ്ടി സഹചാരിയുമായി ബന്ധപ്പെട്ട ഒരു പിരിവിന് വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ ഒരു ഫാമിലിയോട്, ആ പരിപാടി നടന്ന ആ വീട്ടുകാരോട് അതിൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചു. അവിടുന്ന് മരണപ്പെട്ട ഉമ്മക്കും ഉപ്പക്കുമൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അത് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത് ധാരാളം ഉപ്പമാരിന്ന് ഖബറിലാണ്. അല്ലാഹു തആല അവർക്ക് സ്വർഗം നൽകട്ടെ. നമ്മളാക്കുന്നതിൽ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒന്നിനായ പിതാവ്, നമ്മുടെ മാതാവ്, നമ്മുടെ ഉമ്മമാർ, മറ്റുള്ള കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു തആല ഖൈർ നൽകട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.